Assalamu alaikum. Welcome to Zeus Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന്. അപ്പോൾ വേഗം പോയി ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്ത് ആ രംഗം അങ്ങ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല, പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലത്തെ കാര്യം ഒരുപാട് 2-3 വ്ളോഗ്, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ 2-3 വ്ളോഗിൽ ഞാൻ മോർണിംഗ് റൂട്ടീന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുക, അപ്പോൾ അത് കാരണം അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ്. 7:30 മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങും, അപ്പോൾ അത് കാരണം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് 8 മണിക്ക് ഓഫീസിൽ പോകണം, അപ്പോൾ അതിന് മുമ്പ് ലഞ്ചും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ രാവിലെ 7 മണിക്ക് നടക്കാൻ പോകും. ആ ഒരു സമയത്ത് ചൂട് കുറവായിരിക്കും. 9 മണി വരെയും ചൂടൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, ഓൺലൈൻ ക്ലാസ് നടക്കുന്നതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ വേണം. പിന്നെ ഞാൻ ചിക്കൻ നേരത്തെ രാവിലെ ഉമ്മ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് അഫ്ഗാനി ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ആടയാഭരണങ്ങളെല്ലാം എടുത്തിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട് നടക്കാനായിട്ട്. ഉമ്മ ഒരു 8 മണിയായപ്പോൾ തിരിച്ചെത്തി. ഉമ്മ രാവിലെ ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് എല്ലാ ദിവസവും നടക്കാൻ പോകും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ പോകാൻ പറ്റാറില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആടയാഭരണങ്ങളായ ഗ്ലൗസും മാസ്കും സാനിറ്റൈസറും ട്രൈപോഡും സൺഗ്ലാസസും എല്ലാം ആയിട്ടാണ് ഞാനിന്ന് നടക്കാൻ പോകുന്നത്. രാവിലെ ഒരു 9-9:30 വരെയൊക്കെ അത്ര വലിയ ചൂടൊന്നും കാണില്ല കേട്ടോ. സമ്മർ ആയിട്ടുണ്ടെങ്കിലും അത്ര വലിയ ചൂടൊന്നും കാണില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ നേരത്തെയൊക്കെ സ്കൂളിൽ മക്കളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോഴൊക്കെ കുറച്ച് നടത്തം ഉണ്ടായിരുന്നു ലൈഫിൽ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പുറത്തു പോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ സാധാരണ നടക്കാൻ പോകുമ്പോൾ കാണാറുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരാരെയും കാണുന്നില്ല, എല്ലാവരും വീട്ടിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ടൈമിൽ ആരും പുറത്തിറങ്ങാറില്ല. കാര്യം ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ എല്ലാവരും ഓഫീസ് ടൈമൊക്കെ ആയി കാണും. മക്കളെല്ലാം ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കാരണം അങ്ങനെ ആരും പുറത്തിറങ്ങാറില്ല. എനിക്കിപ്പോൾ ഉമ്മ വീട്ടിലുള്ളതുകൊണ്ട് മക്കളെ ഉമ്മ ഏൽപ്പിച്ചിട്ട് ഇറങ്ങാനേ ഉള്ളൂ. ശരിക്കും ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ക്യാമറ ആയിട്ട് ഇറങ്ങിയേക്കുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന് മനസ്സിലാവും. മിക്കവാറും എല്ലാ ദിവസവും ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇടാറുണ്ട് നടക്കാൻ പോകുന്നതിനെ പറ്റി. ഇവിടെ അടുത്തൊരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ സാധാരണ എല്ലാവരും എക്സസൈസിനൊക്കെ വാക്കിങ്ങിനും ഒക്കെ വരുന്നത് അവിടെയാണ്. കുട്ടികൾ കളിക്കാനും സൈക്ലിങ്ങിനും ഒക്കെ വരാറുണ്ട്. ഞാനും മക്കളും പോകാറുണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എല്ലാം സ്റ്റോപ്പായി. ഇവിടെ ഇപ്പോൾ ആരുമില്ല. രാവിലെ ഈ ഒരു സമയത്ത് പൊതുവെ ആരും കാണില്ല, കാര്യം എല്ലാവരും ഓഫീസിലൊക്കെ പോകുന്ന സമയമാണല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ നടന്നിട്ട് വേഗം വീട്ടിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇരിക്കുന്നു ഇന്നലെ ഉണ്ടാക്കിയ ഡ്രസ്സ് ചീസിൻ്റെ ഒരു ബാക്കി സ്ലൈസ്. അങ്ങനെ പിന്നെ അത് കഴിച്ച് രാവിലത്തെ അധ്വാനം, അതായത് നടക്കാൻ പോയത് വെറുതെയാക്കിയാൽ. ഇന്ന് ഒരു ക്വിക്ക് പാസ്റ്റയാണ് മക്കൾക്ക് ബ്രേക്കിന് ഉണ്ടാക്കിയത്. ഒന്നുമില്ല, ഒരു ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് പാസ്ത വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ഒറിഗാനോയും ഒരു 1/4 കപ്പ് പാലും ചീസും കൂടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് തിക്കായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. രാവിലെ എടുത്ത ചിക്കനിൽ ഞാൻ ബോൺലെസ് പീസ് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് കുക്ക് ചെയ്ത് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊട്ടറ്റോ ബാജിക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പൊട്ടറ്റോയും അധികം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കട്ട്ലറ്റ് ആക്കിയിട്ട് ഞാനിത് ഫ്രീസ് ചെയ്യാനാട്ടോ. നെക്സ്റ്റ് വീക്ക് അങ്ങോട്ട് എക്സാംസ് ഒക്കെ തുടങ്ങും, അപ്പോൾ നമുക്ക് ഒത്തിരി നേരം കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെയൊക്കെ സ്നാക്ക് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് വിശപ്പ് വരും. ഞാനും അങ്ങനെയായിരുന്നേ. എക്സാം ടൈമിൽ ചില പ്രത്യേകതരം വിശപ്പുകൾ എനിക്ക് വരാറുണ്ടായിരുന്നു. പിന്നെ ചിപ്സ് കഴിക്കാനുള്ള വിശപ്പ്, അങ്ങനെ. പിന്നെ മക്കളുടെ സ്കൂളിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വേഗം പോയിട്ട് വന്നു. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. ഞാൻ ഇന്ന് പരിപ്പ് ഉണ്ടാക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല. പരിപ്പുവടയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഒത്തിരി നാളായി പരിപ്പുവട മിസ്സാകുന്നു. നാട്ടിൽ മഴയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ വിചാരിച്ചാൽ ഉണ്ടാക്കണമെന്ന്, പക്ഷേ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒത്തിരി ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ നൂണിന്ന് ഗ്രോസറി ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമില്ലാത്തൊരു സെക്ഷനാണിത്, ഡ്രസ്സ് കഴുകിയിട്ടത് മടക്കിയെടുക്കുന്നത്.
ഇങ്ങനെ മടക്കി ഓരോരുത്തരുടെ സെക്ഷനാക്കി മാറ്റി വെച്ചിരുന്നത് നമുക്ക് എളുപ്പമുണ്ട് കൊണ്ടുവയ്ക്കാനായിട്ട്. കഴിയുന്നതും ഞാൻ ആ ഡ്രയർ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ മടക്കി വയ്ക്കും. എനിക്ക് ഡ്രസ്സ് കഴുകിയിട്ടത് കൂട്ടിയിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം കഴിയുന്നതും അപ്പം തന്നെ എടുത്തുകൊണ്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ തീരെ സമയമില്ലെങ്കിൽ ഞാൻ പിന്നെ ഡ്രയർ സ്റ്റാൻഡിൽ നിന്ന് തുണി എടുക്കാറില്ല. അത് അവിടെ തന്നെ ഇട്ടേക്കും. അടുത്ത തുണി വരുന്നവർ അവിടെ തന്നെ ഇട്ടേക്കും. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സെങ്കിലും തുണി ഇങ്ങനെ വാഷ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ പുറത്ത് പോകുന്ന ഡ്രസ്സെല്ലാം അപ്പോൾ കഴുകുന്നതുകൊണ്ട് എന്തായാലും എല്ലാ ദിവസവും നമുക്ക് ലോണ്ട്രി ഉണ്ട്. അത് കാരണം മിക്ക ദിവസവും മടക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഉമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും ഒരു സ്ഥിരമായിട്ടൊരു സ്ഥാനം നമ്മൾ കൊടുത്താൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോലി കുറേയൊക്കെ എളുപ്പമാക്കി തോന്നുന്നു. കാര്യം ഇപ്പോൾ സോക്സിന് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് സ്ഥിരമായി സോക്സ് വെക്കാറുണ്ടെങ്കിൽ നമ്മൾ മടക്കി അവിടെ തന്നെ കൊണ്ടുവച്ചാൽ നമുക്ക് പിന്നെ അത് മിസ്പ്ലേസ്ഡ് ആയി പോകുന്ന പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ കുറച്ച് വർക്ക്സ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം ചെയ്ത് തീർത്തു. അപ്പോഴത്തേക്ക് 5 മണിയായി. കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു സമയമാകുമ്പോൾ താഴെ ഒരുപാട് കുട്ടികൾ കളിക്കാൻ വരുമായിരുന്നു. എൻ്റെ മക്കളും പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുട്ടികളെ ആരെയും കാണാറേ ഇല്ല പുറത്ത്. എല്ലാം വേഗം പഴയതുപോലെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു ക്വിക്ക് ക്ലീനിങ് ആണ്. ഈ ക്ലീനിങ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് 1 മാസമായി ക്ലീൻ ചെയ്തിട്ടെന്ന്. അങ്ങനെയല്ല, ഇത് ഇന്നലെ രാത്രിയും ക്ലീൻ ചെയ്ത സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഓഫീസിൽ നിന്ന് ഹസ്ബൻഡ് തിരിച്ചെത്തുമ്പോൾ എൻ്റെ വീട് ക്ലീനായി കിടക്കണം എന്നൊരാഗ്രഹമുണ്ട്. എൻ്റെ മക്കളായാലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴും മക്കൾ ക്ലീൻ ചെയ്തിടാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഓഫീസിൽ ടെൻഷനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങളാരും വിചാരിക്കണം എൻ്റെ വീട് എല്ലാ ദിവസവും ഭയങ്കര ക്ലീൻ ആൻഡ് ടൈഡിയാണ്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. വീക്കെൻഡിലൊന്നും സാധാരണ ഞാൻ തിരിഞ്ഞു നോക്കാറേ ഇല്ല ക്ലീനിങ്ങിനെ പറ്റി. പിന്നെ അപ്പോൾ പരിപ്പ് വട ഞാൻ നേരത്തെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കട്ടൻ ചായയും പരിപ്പ് വടയാണ്. പൊതുവേ നമ്മൾ കട്ടൻ ചായയുടെ ആൾക്കാരാണ്. സാധാരണ ഞാൻ പാൽച്ചായ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗുപ്തൻ്റെ കൂടെ കൂടി ചായ ഊതി കുടിച്ചു തുടങ്ങി എന്ന് പറയുന്ന പോലെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കൂടി ഞാനിപ്പോൾ കട്ടൻ ചായയിലേക്ക് മാറിയേക്കാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പാൽച്ചായയും ഹസ്ബൻഡിന് കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ കട്ടൻ ചായ കുടിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം എനിക്ക് ശീലമായി. എനിക്കിപ്പോൾ കട്ടൻ ചായ തന്നെ ഇഷ്ടം. ഉമ്മ വൈകുന്നേരം ചായ കുടിക്കാറില്ല. പിന്നെ മക്കൾ അങ്ങനെയില്ല. മോന് ഒന്നിൽ പാൽ അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്കുള്ളത് 4 മണിയായപ്പോഴേ അവർ കഴിച്ചു. 4:30 ആയപ്പോഴത്തേക്ക് ഉമ്മ കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് കാരണം എനിക്കും ഹസ്ബൻഡിന് മാത്രമുള്ള ചായ ഇപ്പോൾ ഇടുന്നത് കേട്ടോ. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു 6:30 കഴിയും. അപ്പോൾ ആ ഒരു സമയത്ത് ചായ ഇടാറുള്ളൂ. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പത്തിൻ്റെ മാവ് അരച്ചിട്ട് ഞാൻ അവനിൽ കൊണ്ടുവയ്ക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ AC ഇടുന്ന കാരണം ഇപ്പോൾ ചൂടാണ് സമയം, പുറത്ത് വെച്ചാലും ആവാറുണ്ട്. പക്ഷേ AC ഇടുന്ന കാരണം എന്തായാലും കിച്ചണിലും ആ തണുപ്പുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ അവനിൽ വെച്ചേക്കുന്നത് കേട്ടോ. ഒന്ന് മാവ് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. നമ്മൾ മഗ്രിബൊക്കെ കഴിഞ്ഞിട്ട് ഇനി കിച്ചണിലോട്ട് കയറാറുള്ളൂ. ഇതിനിടയ്ക്ക് മക്കളുടെ ഹോംവർക്കെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ മഗ്രിബൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലേക്ക് കയറാം. കറിയുന്ന രാത്രി ചപ്പാത്തിയും അഫ്ഗാനി ചിക്കൻ ഞാൻ രാവിലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. ഉമ്മ ചപ്പാത്തി പരത്തി തന്നു. അപ്പോൾ പെട്ടെന്ന് കറിയും ഒക്കെ വെച്ച് എളുപ്പത്തിൽ നമ്മുടെ ഡിന്നറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അഫ്ഗാനി ചിക്കൻ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഡിന്നർ യൂഷ്വലി നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്തിരി, പുട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചപ്പാത്തിയാണ് എൻ്റെ മക്കൾക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കാരണം കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കാറ്. പിന്നെ ഇപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞാൽ വേറൊന്നും ബിഗ് ബോസ് പെട്ടെന്ന് നിർത്തിയ കാരണം വേറൊന്നും ഓപ്ഷനില്ല. അത് കാരണം പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം കിടന്ന് ഉറങ്ങും. ചില ദിവസങ്ങളിൽ നടക്കാൻ പോകാറുണ്ട്. ഭയങ്കര ഹെവി ഫുഡൊക്കെ കഴിച്ചാലേ നടക്കാൻ പോകാറുണ്ട്. കഴിയുന്നത് നമ്മൾ വീക്ക് ഡേയ്സിൽ പുറത്തിറങ്ങാൻ നോക്കാറേ ഇല്ല. കാര്യം രാവിലെ ഇപ്പോൾ നേരത്തെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് തന്നെ അതിന് കഴിയുന്നതും ശ്രമിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറയാം. പക്ഷേ എന്നും ഇങ്ങനെയല്ല, എന്നാൽ മിക്കവാറും ഇങ്ങനെ തന്നെയാണ്. ഫാമിലിയുടെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു നിമിഷം വരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.